സഹോദരങ്ങളെ, സമസ്ത പണ്ഡിതന്മാർക്കിടയിലും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർക്കിടയിലും പാണ്ഡിത്യത്തിൽ അംഗീകാരം ലഭിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണല്ലോ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി. അദ്ദേഹം രചിച്ച വളരെ പ്രസിദ്ധമായൊരു കൃതിയാണ് അൽ മവാഹിബുൽ ജലിയ എന്ന കൃതി. പരിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സുന്നി പണ്ഡിതന്മാരെന്ന പേരിൽ വിളിക്കപ്പെടുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്ന പല ഫിഖഹിയായ അഖീദാപരമായ വിഷയങ്ങളും തസവുഫും ചരിത്രവുമൊക്കെ ഉൾപ്പെടുത്തി ആയിരക്കണക്കിന് വരികളിലായി രചിക്കപ്പെട്ട വലിയ ഒരു കാവ്യകൃതിയാണ് അൽ മവാഹിബുൽ ജലിയ. അതിൽ മൗലീദിൻ്റെ ചരിത്രത്തെക്കുറിച്ച് തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി എഴുതുന്ന വരികൾ നമ്മൾ വായിക്കേണ്ടതുണ്ട്. മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. സഹോദരങ്ങളെ, ഈ 4 വരികളെക്കുറിച്ച് നമ്മൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ. മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ. ആരുടെ കാലത്ത് പതിവില്ലാത്തതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, സ്വഹാബികളുടെ കാലത്ത്, താബികളുടെ കാലത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ നാസ് എന്ന് വിശേഷിപ്പിച്ച, ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിച്ച ആദ്യകാല മുസ്ലിം തലമുറകളിൽ അത് പതിവില്ലാത്തതാണ് എന്ന്.